എല്ലാവർക്കും നമസ്കാരം. കേരള ബഡ്ജറ്റ് വന്നു അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ജീവനക്കാർക്ക് ഒരു സമാധാനം കിട്ടേണ്ട സമയമാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പോഴും ഒരുതരം ടെൻഷനും ആശങ്കയുമൊക്കെയാണ് അവർക്കിടയിൽ. എന്താണ് ഇതിന് പിന്നില്? എന്തുകൊണ്ടാണ് ഈ ഒരു അനിശ്ചിതത്വം മാറാത്തത്? നമുക്കതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, അല്ലേ? അതെ, ഈ ആശങ്കയുടെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് വാഗ്ദാനം ചെയ്ത ആ ശമ്പള പരിഷ്കരണം തന്നെയാണ്. സംഗതി എന്താന്ന് വെച്ചാൽ അത് നടപ്പിലാക്കാൻ സമയമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു സമയക്കെണി എന്ന് തന്നെ പറയാം. ഇപ്പോ സാധാരണഗതിയിൽ ഒരു ശമ്പള പരിഷ്കരണം എങ്ങനെയാണ് നടക്കുന്നത്? അതിന് ഒരു 3 സ്റ്റെപ്പുണ്ട്. ആദ്യം സർക്കാർ ഒരു കമ്മീഷനെ അങ്ങ് നിയമിക്കും. ആ കമ്മീഷൻ എല്ലാം പഠിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കും. അവസാനം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു ഉത്തരവിറക്കും. സിമ്പിൾ. പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. ഈ പറഞ്ഞ പരിപാടിയെല്ലാം വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷന് മുമ്പ് തീർക്കണം. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിനു മുൻപ്. അതിന് സർക്കാരിന്റെ കയ്യിൽ ആകെയുള്ളത് വെറും 3 മാസമാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. അപ്പോ സ്വാഭാവികമായും ജീവനക്കാർക്ക് സംശയമായി, ഈ 3 മാസം കൊണ്ട് ഇതൊക്കെ നടക്കുവോ, അതോ ഇതൊരു തന്ത്രമാണോ? അതായത് നേരിതമായി വൈകിപ്പിച്ച് ഈ സാമ്പത്തിക ഭാരം തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കാനുള്ളൊരടവാണോ ഇത്? ഇതൊക്കെയാണ് അവരുടെ മനസ്സിലെ ചോദ്യങ്ങള്. ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം. ഇതാണ് DA അഥവാ ക്ഷാമബത്ത കുടിശ്ശികയെ ചുറ്റിപ്പറ്റിയുള്ളൊരു കൺഫ്യൂഷൻ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ജീവനക്കാർക്ക് കിട്ടാനുള്ള മൊത്തം DA കുടിശ്ശിക എന്ന് പറയുന്നത് 13%. ഓർത്തുവെക്കുക, 13%. ഇനി ഈ കാണുന്ന ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. പ്രശ്നം ശരിക്കും മനസ്സിലാവും. കിട്ടാനുള്ളത് 13%. പക്ഷേ സർക്കാർ വരുന്ന മാർച്ചിൽ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണോ? വെറും 3%. ആ വ്യത്യാസം കണ്ടില്ലേ? അതാണ് പ്രശ്നത്തിന്റെ ആഴം കാണിക്കുന്നത്. അപ്പോ സ്വാഭാവികമായും ചോദ്യം വരും, ബാക്കിയുള്ള 10%ത്തിന്റെ കാര്യമെന്തായി? അതെവിടെ? എപ്പോ കിട്ടും? ഈ ചോദ്യങ്ങൾക്കൊന്നും സർക്കാരിന്റെ കയ്യിൽ ഒരു മറുപടിയുമില്ല. ഒരു പൂർണ്ണമായ നിശ്ശബ്ദത. സ്വാഭാവികമായും ഇത് ജീവനക്കാരിൽ വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യം പറഞ്ഞു, DA കുടിശ്ശികയുടെ കാര്യം പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു പ്രധാന ആശങ്കയുണ്ട്. 2 കൊല്ലമായിട്ടും കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു പെൻഷൻ വാഗ്ദാനത്തെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഉറപ്പുള്ള പെൻഷൻ പദ്ധതി എന്നായിരുന്നു അതിന്റെ പേര്. അതായത് ഇപ്പോഴത്തെ പങ്കാളിത്ത പെൻഷനു പകരം എല്ലാവർക്കും ഒരു ഗ്യാരണ്ടിയുള്ള പെൻഷൻ. കേൾക്കാൻ നല്ല ഗംഭീരമായിരുന്നു അല്ലേ? പക്ഷെ സംഭവിച്ചതെന്താ? ആ പ്രഖ്യാപനം ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ ഇതേ വിഷയത്തിൽ അവർ തീരുമാനമെടുത്ത് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് തിരികെ പോകാൻ ഉത്തരവിറക്കിക്കഴിഞ്ഞു. പക്ഷെ കേരളത്തിലോ ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന സ്ഥിരം മറുപടി മാത്രം. ആ വ്യത്യാസമൊന്ന് നോക്കിക്കേ. ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ ജീവനക്കാരുടെ വെറും ആശങ്കകളല്ലേ എന്ന്. അല്ല, ഈ കാര്യത്തിൽ നേരിട്ട് അനുഭവമുള്ള വിദഗ്ധർ തന്നെ ഇത് ശരിവെക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇത് പറയുന്നത് മറ്റാരുമല്ല, 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായിരുന്ന K. മോഹൻദാസാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കൂ. 3 മാസം കൊണ്ട് ഇതെല്ലാം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നത് ഒരു പ്രാക്ടിക്കൽ കാര്യമല്ല. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഓഫീസ് ഒന്ന് സെറ്റ് ചെയ്യാൻ തന്നെ 3 മാസമെടുത്തു. ഇതിൽ കൂടുതൽ വ്യക്തമാക്കാനുണ്ടോ? അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാ എത്തുന്നത്? സർക്കാരിലുള്ള വിശ്വാസം കുറയുന്നു, ജീവനക്കാർക്കിടയിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. അവരുടെ മനസ്സിലെ പ്രധാന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ കമ്മീഷനെ നിയമിച്ചത് വെറുതെ കണ്ണില് പൊടിയിടാനാണോ? ഈ സാമ്പത്തിക ബാധ്യതകൾ തൽക്കാലത്തേക്കൊന്ന് നീട്ടിവെക്കാനുള്ള ഒരു പ്ലാനാണോ ഇതിനു പിന്നിൽ? ഇനി അഥവാ ഈ ഡെഡ്ലൈൻ മിസ്സായാൽ പിന്നെന്ത് സംഭവിക്കും? ഈ ചോദ്യങ്ങളാണ് അവരെ ശരിക്കും അലട്ടുന്നത്. സമയം വളരെ വേഗത്തിൽ മുന്നോട്ടു പോവുകയാണ്. അപ്പോ 10,000കണക്കിന് വരുന്ന ജീവനക്കാരുടെ പ്രതീക്ഷകൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന വലിയ മതിലിൽ തട്ടിത്തകരുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഒരുപാട് പേർ ഉത്തരത്തിനായി കാത്തിരിക്കുന്ന ഒരു ചോദ്യം.